രണ്ടു തരം വെളിച്ചമുണ്ടെന്നൊക്കെ നമുക്കറിയാം. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴും അതും നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് സൂര്യനും പ്രകാശമുണ്ട്, ചന്ദ്രനും പ്രകാശമുണ്ടെന്ന് പറയും. പക്ഷെ സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സൂര്യനിലേത് യഥാർത്ഥമായ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന വെളിച്ചമാകുമ്പോൾ ചന്ദ്രനിലുള്ള വെളിച്ചം അത് ശരിക്കുമുള്ള വെളിച്ചമല്ല. സൂര്യന്റെ പ്രകാശം ഈ ചന്ദ്രനിൽ തട്ടിയിട്ട് അത് മനുഷ്യരായ ഈ ഭൂമിയിലേക്ക് പ്രതിഫലിക്കുന്നത് കൊണ്ട് മാത്രമാണ് ചന്ദ്രന് വെളിച്ചമുള്ളൂ. അങ്ങനെ ഞാൻ ഇങ്ങനെ പറയട്ടെ, പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് പ്രകാശം തരാം, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അന്ധകാരം മാറ്റാമെന്ന് പറഞ്ഞ് പക്ഷേ പല നേതാക്കളും മുമ്പിലേക്ക് കടന്നു വന്നു എന്ന് വരാം. പല വ്യക്തിവിശേഷങ്ങളും യഥാർത്ഥ വെളിച്ചമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അന്ധകാരം മാറ്റുവാൻ ഈ ഭൂമിയിലേക്ക് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അവകാശവാദങ്ങളുമായി കടന്നു വന്നു വരാം. പക്ഷെ വിശുദ്ധ തിരുവചനം വ്യക്തമായി പറയുന്ന ഒരു വാക്കുണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അന്ധകാരം മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ഇരുൾ മാറ്റുവാൻ, നിങ്ങൾക്ക് യഥാർത്ഥ വെളിച്ചം പകർന്നു തരുവാൻ ഒരു സത്യപ്രകാശമേ ഉള്ളൂ. നമ്മളെ പാടുമ്പോൾ ആ പാട്ടും പാടാറുണ്ട്, സത്യദീപമേ നയിച്ചാലും എന്ന് പറയാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, സഹോദരികളെ, കർത്താവായ യേശു നിങ്ങളുടെ അന്ധകാരം മാറ്റുവാൻ കടന്നു വന്ന വെളിച്ചമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മറ്റൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കർത്താവായ യേശു സത്യ വെളിച്ചമാണെന്ന. ഇന്നേക്ക് 2000 വർഷമായിട്ട് ഈ വെളിച്ചം കണ്ടെത്തിയവർക്ക് ജീവിതം പ്രകാശപൂർണമാണ്. പ്രിയമുള്ളവരെ, ഈ വെളിച്ചം കണ്ടെത്തിയവർക്ക് അവരുടെ ജീവിതത്തിൽ നാളെയെ കുറിച്ചോർത്ത് വേദനിക്കേണ്ടി വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ വെളിച്ചം കണ്ടെത്തിയവർക്ക് രാത്രിയുടെ യാമങ്ങളിൽ നിരാശയോടുകൂടി കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കേണ്ടി വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, കാരണം അവരുടെ ഉള്ളത്തിൽ വെളിച്ചമുണ്ട്, അവരുടെ ഹൃദയത്തിന് ആശ്വാസമുണ്ട്. അവർക്കറിയാം, ഇന്ന് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് കടന്നു പോകുവാൻ ഒരു രാജ്യമുണ്ട് എന്ന്, ഒരു നാടുണ്ട് എന്ന് അറിയാം. ഒരു പാട്ടുകാരൻ ഇപ്രകാരം ഒരു പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകൻ ഇപ്രകാരമാണ് പാടിയത്, എനിക്കുണ്ടൊരു പുത്തൻ പാട്ട് പാടാൻ, എനിക്കുണ്ടൊരു മിത്രം കൂട്ടുകൂടാൻ, എനിക്കുണ്ടൊരു നല്ല നാട് പോകാൻ, എനിക്കുണ്ടൊരു നല്ല വീട് പാർക്കാൻ. രാത്രിയുടെ യാമത്തിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്ന മനുഷ്യർ ആരാണ് എന്ന് ചോദിച്ചാൽ ഏകദേശം 80-ാമത്തെ വയസ്സിൽ ആ ഗായകൻ ഇപ്രകാരം പാടിയെങ്കിൽ അദ്ദേഹത്തെ പോലെ ഈ പ്രകാശം കണ്ടെത്തിയവർക്കാണ് എനിക്ക് നല്ലൊരു വീടുണ്ട്, എനിക്ക് നല്ലൊരു നാടുണ്ട്, എന്റെ ശരീരം ക്ഷണിച്ചാലും ആ നാട്ടിലേക്ക് എനിക്ക് പോകാം, അവിടെ എനിക്ക് വാഴാം, അവിടെ എനിക്ക് പാർക്കാം എന്ന് പാടുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രകാശത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. ഈ പ്രകാശത്തെ കുറിച്ച് മറ്റൊരു വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം. ഒരു പക്ഷേ എന്റെ കേൾവിക്കാരായി നിങ്ങൾ പറയുകയാ, എന്റെ ജീവിതം, എന്റെ പൊതു സുഹൃത്തെ, ഞാൻ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെയല്ല. എന്റെ ജീവിതം അതുപോലെ അന്ധകാരത്തിലേക്ക് കൂട്ടുമുട്ടി, ഇനി എനിക്ക് മോചനമില്ല. ഈ പാപത്തിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ പ്രയാസങ്ങളിൽ നിന്ന് ഇനി എനിക്കൊരു മോചനമില്ല. ഇനി എന്റെ മുമ്പിലുള്ള മാർഗം ഒരു പക്ഷേ എന്റെ ജീവിതം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കൊണ്ട് നിരാശയിൽ ആഴ്ന്നു കിടക്കുന്ന പ്രിയമുള്ളവർ എന്നെ കേൾക്കുമെങ്കിൽ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ധകാര വർഷം എത്ര ആഴമേറിയതാണെങ്കിലും ആ ആഴത്തിലേക്ക് കടന്നു ചെന്ന് നിങ്ങളുടെ അന്ധകാരം പരിപൂർണമായി മാറ്റി നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശം പകരുവാൻ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രകാശം പകരുവാൻ, നിങ്ങളുടെ ദേശത്ത് പ്രകാശം പകരുവാൻ ഈ സത്യ വെളിച്ചമായ കർത്താവായ യേശുവിന് സാധിക്കും. അപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ ഈ വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഈ വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശുവാണ് വെളിച്ചം. കർത്താവായ യേശു സത്യ വെളിച്ചമാണ്. കർത്താവായ യേശു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ്. ഇനി ആ വേദഭാഗത്തിന്റെ തന്നെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്ന മറ്റൊരു മഹാഭാഗ്യം സത്യത്തിന്റെ വെളിച്ചമാണ്, പ്രകാശം തരുന്ന വെളിച്ചമാണ്, അന്ധകാരം മാറ്റുന്ന വെളിച്ചമാണ്. അതിനപ്പുറത്ത് മറ്റൊരു മഹാഭാഗ്യം, ഈ വെളിച്ചത്തിലേക്ക് വരുന്നവരെ ദൈവം സ്വർഗത്തിലൊരു പേരെഴുതി വിളിക്കും. അവരുടെ പേരാ ദൈവ മക്കൾ. അയ്യോ പ്രിയ സഹോദരങ്ങളെ, സഹോദരികളെ, ഞാൻ തുടങ്ങിയത് ഇപ്രകാരം പറഞ്ഞ
ഞങ്ങളൊക്കെ സഹോദരങ്ങളായത് ഒരപ്പന്റെയും ഒരമ്മയുടെയും ഉദരത്തിൽ ഒരമ്മയുടെ ഉദരത്തിൽ കിടന്നു വന്നത് കൊണ്ടല്ല, പകരം ഈ സത്യവെളിച്ചം ഉള്ളിലേക്ക് വന്നപ്പോൾ, ഈ സത്യവെളിച്ചത്തെ യഥാർത്ഥമായി ഉൾക്കൊള്ളുവാൻ സാധിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ദൈവമക്കൾ എന്നുള്ള ആ ഒരു സ്ഥാനം, അത് സ്ഥാനം ലഭിച്ചു എന്നല്ല വിശുദ്ധ തിരുവചനം പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞ ഒരു കാര്യം, ദൈവത്തെ നിങ്ങൾ വിളിക്കുമ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്നിട്ട് വിളിക്കണം. ആ ബന്ധത്തിന്റെ പേരാ ദൈവത്തിന്റെ മക്കളായി തീരുക എന്നുള്ളത്. ദൈവം ആരാണെന്ന് ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറ്റൊരു പേര് ഞാൻ പറഞ്ഞു, സത്യവെളിച്ചം. ഈ സത്യവെളിച്ചം എന്റെ പ്രിയമുള്ളവരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരുമ്പോൾ ഏത് കൂരിരുട്ടാണെങ്കിലും ആ കൂരിരുട്ട് മാറും, ഹൃദയം പ്രകാശപൂർണ്ണമായി തീരും. ഞങ്ങൾക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതിനപ്പുറത്തുള്ള ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് ഇന്ന് ധൈര്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കും, ഞങ്ങള് ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വെളിച്ചം ഉള്ളിലേക്ക് വന്നു എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ടാണ്. ഞങ്ങൾ മറ്റുള്ളവരെക്കാള് ഒരുപാട് വിശുദ്ധരായതുകൊണ്ട് ഞങ്ങൾ ദൈവമക്കളാണെന്ന് പറയുന്ന അല്ല പ്രിയമുള്ളവര്. ഞങ്ങൾക്ക് എന്തെങ്കിലും ശ്രേഷ്ഠതയുള്ളതുകൊണ്ട് ഞങ്ങൾ ദൈവമക്കളാണെന്ന് പറയുന്ന അല്ല പ്രിയമുള്ളവര്. പകരം ഈ വെളിച്ചത്തിലേക്ക് വരാൻ കഴിഞ്ഞതുകൊണ്ട്, ഈ സത്യ വെളിച്ചം ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞങ്ങള് ദൈവമക്കളാണെന്ന് പറയുന്നത്. ഞങ്ങൾ പരസ്പരം സഹോദര എന്ന് ഹൃദയം തൊട്ട് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ ആദ്യം ഒരു വാക്ക് പറഞ്ഞുള്ളൂ, എത്ര ശുഭമാണ്, എത്ര മനോഹരമാണ് സഹോദരങ്ങളായിട്ട് ദൈവമക്കൾ, സഹോദരങ്ങളായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നതെന്ന് അറിയാമോ? ഇന്ന മതത്തിലുള്ളവരാണ് സഹോദരന്മാരെന്നല്ല, ഇന്ന ജാതിയിലുള്ളവരാണ് സഹോദരന്മാരെന്നല്ല, ഇന്ന കളറുള്ളവരാണ് സഹോദരന്മാരെന്നല്ല, ഇത്ര സാമർഥ്യമുള്ളവരാണ് സഹോദരന്മാരെന്നല്ല. ഈ വെളിച്ചം ഏതെല്ലാം ഉള്ളങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ, ഈ വെളിച്ചത്തിന്റെ പ്രകാശം ഏതെല്ലാം ഹൃദയങ്ങളിലേക്ക് സന്തോഷത്തോടെ കടന്നു വരുവാനായിട്ട് ഹൃദയവാതിലുകൾ ഏതെല്ലാം വ്യക്തികൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ, വാതിൽ തുറന്നാൽ ഈ വെളിച്ചം, ഈ യേശുവാണെന്ന വെളിച്ചം ആ ഉള്ളങ്ങളിലേക്ക് കടന്നു വരും. ആ വെളിച്ചം പ്രകാശമായി തീരും. അവരെ പിന്നീട് പരസ്പരം വിളിക്കുന്ന സഹോദരന്മാരിന് സ്വർഗം അവരെ വിളിക്കുന്ന പേരാ, ദൈവം അവരെ വിളിക്കുന്ന പേരാ, നിങ്ങൾ എന്റെ മക്കളാണെന്ന്. അപ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് മറ്റൊരു ഭാഗ്യമുണ്ട് കേട്ടോ. ദൈവത്തിന്റെ മക്കള് പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെ പിശാചിന് മനുഷ്യരാശിയുടെ മേലെ അധികാരമുണ്ടോ? ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ.